ഈവനിംഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ 5000-ഓളം സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകർ ശമ്പളം കിട്ടാതെ ദുരിതത്തിലാണ്. സ്ഥലം മാറ്റം കിട്ടിയ അധ്യാപകർക്കാണ് മെയ് മാസത്തിലെ ശമ്പളം ഇതുവരെയും ലഭിക്കാത്തത്. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണമെന്ന് അധ്യാപകർ ആരോപിക്കുന്നു. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷീല സനൽ. മെയ് മാസത്തിൽ സ്ഥലമാറ്റം നടന്നതാണ്. ഇതിപ്പോൾ ജൂൺ തീരാറായി. എന്താണ് ഇവർക്ക് ശമ്പളം കൊടുക്കാത്തത്? മെയ് 25-ാം തീയതിയാണ് ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായത്. തുടർന്ന് 26-ാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാനത്തെ 7500-ഓളം അധ്യാപകർ വിവിധ ജില്ലകളിലേക്ക്, വിവിധ സ്കൂളുകളിലേക്ക് സ്ഥലം മാറി പോവുകയും ചെയ്തു. ഇതിൽ 5000-ഓളം അധ്യാപകർക്കാണ് ഇത്തരത്തിൽ മെയ് മാസത്തിലെ ശമ്പളം ഇതുവരെയും വിതരണം ചെയ്യാത്തത്, ഇതുവരെയും ലഭിക്കാത്തത്. ഇതിനുള്ള കാരണം സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്ന അധ്യാപകർക്ക് അവരുടെ ചാർജ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സ്പാർക്കിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ 5000-ഓളം അധ്യാപകരുടെ ചാർജ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇതുവരെയും സ്പാർക്കിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുമൂലമാണ് ഈ അധ്യാപകർക്ക് മെയിൽ കിട്ടേണ്ട, അല്ലെങ്കിൽ മെയിലെ ശമ്പളം ജൂൺ 20-ാം തീയതി പിന്നിട്ടിട്ടും ഇതുവരെയും ലഭിക്കാത്ത ഒരു സ്ഥിതിയുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അന്വേഷിക്കുമ്പോൾ ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടത്ര ജീവനക്കാർ ഡയറക്ടറേറ്റിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. ഒരു ജീവനക്കാരൻ മാത്രമാണ് ഒറ്റയ്ക്കിരുന്ന് ഈ ജോലികൾ ചെയ്യുന്നത്. 7500-ഓളം അധ്യാപകരുടെ വിവരങ്ങൾ ഒറ്റയ്ക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ പരാതി നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി എന്ന നിലയ്ക്കും പിന്നീട് ഇതിൽ നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമരം, പ്രതിഷേധം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ KHSTUവിന്റെ തീരുമാനം. സൂചയ 5000-ഓളം സർക്കാർ അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടണം. കാരണം ഈ ശമ്പളത്തെ ആശ്രയിച്ചൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ് അവരും എന്നത് അധികൃതർ ഓർക്കണം എന്നത് മാത്രമാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പലതിലും ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നതും സന്തോഷമുള്ള കാര്യമാണ്.